നമ്മൾ ചിന്തയ്ക്കായി എടുക്കുന്നത് സാം 3 സങ്കീർത്തനം 3. ഹല്ലേലൂയ. സാം 3 എഴുതിയത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ദാവീദ് രാജാവായി കഴിഞ്ഞ് ദാവീദ് തൻ്റെ മകനായ അബ്സലോമിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയങ്ങളിൽ എഴുതിയ സങ്കീർത്തനമാണ്. വലിയ പ്രതികൂലത്തിലൂടെ സാം 3 വേഴ്സ് 1 and 2 അവിടെ തുടങ്ങുമ്പോൾ 1ഉം 2ഉം വാക്യങ്ങൾ, സങ്കീർത്തനം 3ൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾക്കകത്ത് ദാവീദ് അങ്ങ് പറയുക, ദൈവമേ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ഞാൻ എല്ലാവരിൽ നിന്ന് ഓടുക, ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് ദാവീദ് പോകുന്നത്. പക്ഷേ അപ്പം അബ്സലോമും ഉണ്ട്, കുറേ രാജ്യത്തിനെതിരായി അല്ലെങ്കിൽ രാജാവിനെ വീഴ്ത്താൻ ശ്രമിച്ച കുറേ ട്രൈറ്റേഴ്സ്, കുറേ രാജ്യദ്രോഹികൾ, അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുക ദാവീദ്. പക്ഷെ ഒരു നിമിഷം പോലും ദാവീദ് സംശയിച്ചില്ല. ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹം സംശയിച്ചില്ല. ഇന്ന് നമ്മൾ പലവരെയും കാണാറുണ്ട്, അവരൊരു പ്രതിസന്ധിയിലൂടെ, ഒരു രോഗം, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബത്തിനകത്ത് പ്രശ്നം, എന്തെങ്കിലുമൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം, ചെറുതോ വലുതോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം അവരിങ്ങനെ പറയും, ദൈവം ഇട്ടു തന്നതാണ്, ഇത് ദൈവം പരീക്ഷിക്കാൻ തന്നത്, അല്ലെങ്കിൽ ദൈവം അനുവദിച്ച, ദൈവം ഇങ്ങനെ എന്നെ പരീക്ഷിക്കുക, ഇത് ദൈവം കാരണം, അല്ലെങ്കിൽ എന്നുവെച്ചാൽ ഒരു വശത്തു നിന്ന് അവർ പറയുകയാണ് ദൈവമാണ് ഈ വിഷയങ്ങളുടെയൊക്കെ കാരണക്കാരൻ, ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണക്കാരൻ. അപ്പം ദൈവത്തിൻ്റെ മേൽ അവർ കുറ്റം അങ്ങിട്ടേക്കുക. പക്ഷേ ദാവീദിനെ നോക്കുക, ദാവീദ് എങ്ങും, നമ്മൾ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് എങ്ങും ദൈവത്തിനെ സംശയിക്കുവോ, ദൈവത്തിനെ കുറ്റപ്പെടുത്തുവോ, ദൈവം കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നോ ഒന്നും പറയാറില്ല. ദാവീദ് അവിടെ ആ 3-ാം വാക്യത്തിനകത്ത് ദാവീദ് ഇങ്ങനെ പറയുക, ബട്ട് യു ഓ ലോർഡ് ആർ എ ഷീൽഡ് അറൗണ്ട് മീ, യു ആർ മൈ ഗ്ലോറി, ദ വൺ ഹു ഹോൾഡ്സ് മൈ ഹെഡ് ഹൈ. കണ്ടോ, ദാവീദ് പറയുക, ദൈവമേ നീ എൻ്റെ പരിചയമാകുന്നു, യു ആർ മൈ ഷീൽഡ്, നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവൻ, നീ എന്നെ നശിപ്പിക്കുന്നവനല്ല, പക്ഷെ നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനാ, നീ എന്നെ സുരക്ഷിതമായി വെക്കുന്നവനാ. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നീ എന്നെ ചുറ്റിനും വലഞ്ഞ് നീ എന്നെ സുരക്ഷിതമാക്കി, ആരും എന്നെ തൊടാതെ വണ്ണം ആക്കി വെച്ച് എൻ്റെ തലയെ ഉയർത്തുന്നവന്. ഓ ഹല്ലേലൂയ. അപ്പം ദാവീദ് എത്ര ധൈര്യത്തോടെ പറയാ, കർത്താവേ എൻ്റെ തല കുനിയാൻ നീ സമ്മതിക്കത്തില്ല, എത്ര പ്രതിസന്ധി വന്നാലും, എത്ര ശത്രു എവിടെ പൊങ്ങിയാലും, കർത്താവേ എൻ്റെ തല കുനിയാൻ നീ സമ്മതിക്കാത്തവനാ, എൻ്റെ തലയെ ഉയർത്തിപ്പിടിക്കുന്നവനാ. അല്ല, ഇന്ന് ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങൾ ഏത് വിഷയത്തിനകത്തൂടെയാണ് നടക്കുന്നെങ്കിലും യേശുവാണോ നിങ്ങളുടെ ദൈവം, യേശുവിനെ വിശ്വസിച്ചാണോ ഇറങ്ങിയത്, യേശുവാണോ നിങ്ങളുടെ കർത്താവ്, ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങളുടെ തല കുനിഞ്ഞു പോകാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദൈവമാ, മാനിക്കുന്ന ഒരു കർത്താവാ. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ ഞാൻ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല, എൻ്റെ മുഖം വാടാൻ കർത്താവ് സമ്മതിക്കത്തില്ല, എൻ്റെ തല കുനിഞ്ഞ് നാണക്കേടിൽ തല കുനിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അത്ര വിശ്വസ്തനാ ദാവീദ്. വിളിച്ചു പറയാ, ദൈവമേ നീ എൻ്റെ തല കുനിക്കാൻ സമ്മതിക്കുക, നീ എൻ്റെ തലയെ ഉയർത്തിപ്പിടിക്കും. യു ആർ മൈ ഗ്ലോറി, അങ്ങാണ് എൻ്റെ മഹത്വം, അങ്ങാണ് എൻ്റെ ജീവിതത്തിനകത്തുള്ള എല്ലാം, അങ്ങ് എൻ്റെ സമ്പത്താണ്, എൻ്റെ സങ്കേതമാണ്, അങ്ങ് എൻ്റെ ബലമാണ്, അങ്ങ് എനിക്കുള്ളതാണ്. ഹല്ലേലൂയ. എത്ര ധൈര്യത്തോടെയാണ് ദാവീദ് പറയുന്നത്. എത്ര പ്രതിസന്ധി ഒന്ന് ചിന്തിച്ച്, സ്വന്തം മോൻ ഓടിക്കുക ദാവീദിനെ കൊന്നുകളയാൻ വേണ്ടി, എന്നിട്ട് വേണം അബ്സലോമിന് രാജാവാകാൻ വേണ്ടി. അതിൻ്റെ നടുവിൽ ഓടി എങ്ങും ഒരു സ്ഥലത്തിരിക്കാൻ പറ്റത്തില്ല, കൊട്ടാരത്തിൽ താമസിക്കാൻ പറ്റത്തില്ല, ഒരിടത്ത് ഒതുക്കത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഓടി ഓടി ഈ നായ്ക്കളെ ഇട്ട് ഓടിക്കുന്നത് പോലെ ദാവീദിനെ ഓടിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ദാവീദ് പറയാ, ഇല്ല കർത്താവേ, അങ്ങാണ് എൻ്റെ സങ്കേതം, അങ്ങാണ് എൻ്റെ ചുറ്റിനും പരിചയമായി നിൽക്കുന്നത്, അങ്ങ് എൻ്റെ തല ഉയർത്തുന്നവന്. ഐ ആം സോ കോൺഫിഡൻറ്റ് ഇൻ യു കർത്താവേ. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിൽ കോൺഫിഡൻ്റ് ആയാൽ പിന്നെ ആർക്കും ദാവീദിൻ്റെ എതിരെ നിൽക്കാൻ പറ്റത്തില്ല. 4-ാം വാക്യത്തിനകത്ത് പറയുക, ഐ ക്രൈഡ് ഔട്ട് ടു ദ ലോർഡ് ആൻഡ് ഹി ആൻസേർഡ് മീ ഫ്രം ഹിസ് ഹോലി മൗണ്ടൻ.
ആ വാക്യം ഒന്ന് വായിക്കാം. 4-ാം വാക്യം. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, ആമേൻ, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുന്നു. വിശുദ്ധ പർവ്വതം ഏതാന്ന് പറഞ്ഞാൽ മോറിയ മലയാ. ഹോലി മൗണ്ടൻ എന്ന് പറയുന്നത് മോറിയ മലയാ. അപ്പോൾ ഈ മോറിയ മലയിലാണ് സോളമൻ രാജാവ്, ദാവീദിൻ്റെ മകനായ സോളമൻ രാജാവ് പിന്നെ ദേവാലയം പണിത്. അപ്പം ദൈവം ദാവീദിനോട് പറഞ്ഞായിരുന്നു, ദാവീദെ നീ എനിക്കൊരു ദേവാലയം പണിത് തരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ദൈവം ദാവീദിനോട് പറഞ്ഞു, ഇനി നീ എനിക്ക് ദേവാലയം പണിത് തരണ്ട, പക്ഷേ നിൻ്റെ തലമുറ ആയ സോളമനിൽ നിന്ന് നിൻ്റെ തലമുറ എനിക്ക് വേണ്ടി ദേവാലയം പണി. അപ്പം ദാവീദ് ചെയ്യേണ്ട ജോലി ദൈവം ദാവീദിൽ നിന്ന് അത് മാറ്റി തൻ്റെ മകനായ സോളമനെ ഏൽപ്പിച്ചു അത് ചെയ്യാൻ. അപ്പം ഈ മോറിയ മല അല്ലെങ്കിൽ ഈ വിശുദ്ധമായ പർവ്വതം എന്ന് ദാവീദ് പറയുന്നപ്പം ദാവീദ് പറയാ, ഞാൻ നിലവിളിച്ചപ്പം ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഓടി വന്നു എന്നെ സഹായിക്കാൻ. ഈ വിശുദ്ധ പർവ്വതം മോറിയ മലയാ. ഈ വിശുദ്ധ പർവ്വതത്തിൽ സോളമൻ രാജാവ് ദേവാലയം പണിതു. ഇതേ മോറിയ മലയാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിൻ്റെ മോനെ എടുത്തുകൊണ്ട് ഞാൻ കാണിക്കുന്ന സ്ഥലത്തേക്ക് നീ പോക, അവിടെ നീ അവനെ എനിക്ക് സാക്രിഫൈസായിട്ട് തരണം. ദൈവം പറഞ്ഞ് അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ മലയാണ് മോറിയ മല. ആ മല ദൈവം വിശുദ്ധ പർവ്വതം എന്ന് കണക്കിട്ടു. ഈ വിശുദ്ധ പർവ്വതത്തിൽ പിന്നെ ദാവീദിൻ്റെ മകനായ സോളമൻ ദൈവത്തിനൊരു ദേവാലയം, ദ ടെമ്പിൾ ഓഫ് ജെറുസലം, ടെമ്പിൾ അവിടെ പണിതു കൊടുക്കുക. ഈ മോറിയ മലയിൽ ഒരു സംഭവം ഉണ്ടായത്, എബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം അവിടുന്ന് നിന്ന് യഹോവ ഈരയായിട്ട് ഇറങ്ങി വന്ന ഒരു ദൈവമാണ്. ദ ലോർഡ് വിൽ പ്രൊവൈഡ്, അല്ലെങ്കിൽ യഹോവ ഈരെ, ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവന്. ഉൽപ്പത്തി പുസ്തകം 22-14, ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 14 വായിക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. എന്നുവെച്ചാൽ തൻ്റെ മകനെ യാഗം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതൻ്റെ ശബ്ദം കേട്ടു, കുഞ്ഞിനെ കൊല്ലല്. എന്നിട്ടൊരു ആട്ടുകൊട്ടൻ അവിടെ ഇറങ്ങി ദൈവം അവിടെ ഒരു ഒരെണ്ണത്തിൻ്റെ കൊമ്പിനെ അവിടെ പിടിച്ച് വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മൃഗത്തിനെ ദൈവം അവിടെ കരുതി കൊടുത്തു പകരം യാഗം കഴിക്കാൻ. അപ്പം ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് കർത്താവെ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ നീ എനിക്ക് മറുപടി തരുന്നു എന്ന് പറഞ്ഞാൽ, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ, എനിക്കൊരു പ്രതികൂലം വരുമ്പോൾ എന്നെ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല, പക്ഷേ എൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ യഹോവ ഈരയായിട്ട് ഇറങ്ങി വരുന്നൊരു ദൈവത്തിനെയാണ് ഞാൻ സേവിക്കുന്നത്. ഹാലലുയ. ദൈവത്തിനോട് പറ്റിച്ചേരുന്നവർക്ക് ബലം കിട്ടും. ഹാലലുയ. അവരൊന്നിലും വീണ് പോകത്തില്ല. ഞാൻ ഉറപ്പോടെ പറയട്ടെ, ദൈവം യഹോവ ഈരയാണ്. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. ഏത് വിഷയമുണ്ടെങ്കിലും ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ വിഷയത്തിൻ്റെ നടുവിൽ നമുക്ക് ഉത്തരം അരുളുന്ന കർത്താവ്. നമ്മൾക്ക് ഉത്തരം തരുന്നവനാ. ഹാലിയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാ. ഏത് ആണോ നമുക്ക് ഇല്ലാത്തത്, എന്തിനാണോ കുറവുള്ളത്, അവിടെ നമുക്ക് പ്രൊവിഷൻസ് അയക്കുന്ന ഒരു കർത്താവ്. ഹീ ഈസ് യഹോവ ജൈരെ. ഹല്ലേലൂയ. യഹോവ ഈരയാകുന്ന ദൈവം, ദ ലോർഡ് ഹൂ പ്രൊവൈഡ്സ്, നമ്മൾക്ക് മറുപടി തരും. ഇന്ന് പറയണം, ഇന്ന് നിങ്ങൾ എന്നെ ഇന്ന് കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ മുമ്പിലാണ് ഇന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ക്ലിയർ ആവണം, ഒരു വീട് പണിയണം, മക്കളുടെ ജീവിതം, വിവാഹം നടക്കണം. എന്തിനാണോ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തടുത്ത് വരുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. ഓഫ് കോഴ്സ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത് നമ്മുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടാനല്ല, പക്ഷേ കർത്താവിലേക്ക് അടുക്കുന്നവൻ്റെ ജീവിതത്തിനെ കർത്താവ് സൂപ്പറാക്കി തരും. ഹല്ലേലൂയ. കർത്താവിലേക്ക് അടുക്കണം, യേശുവിനെ കൂടുതൽ അറിയണം. പക്ഷേ കർത്താവിലേക്ക് ഏത് വിഷയത്തിൻ്റെ നടുവിലും അടുത്ത് വരുന്നവന് ഹല്ലേലൂയ ദൈവം മറുപടി കൊടുക്കും. ഹല്ലേലൂയ. ഹീ വിൽ പ്രൊവൈഡ്. നിങ്ങൾക്ക് ജോലിയാണോ വേണ്ടത്? ഹീ വിൽ പ്രൊവൈഡ്. നിങ്ങൾക്ക് വീടാണോ വേണ്ടത്? ഹീ വിൽ പ്രൊവൈഡ്. ഹല്ലേലൂയ. അവൻ യഹോവ ഈരയ. ഒറ്റ
ഒറ്റ കാര്യം ചെയ്താൽ മതി. വചനം നമ്മളോട് ഒരു ഉറപ്പ് പറയുന്നു, അല്ലേ, ആദ്യം നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും ശക്തിയും എല്ലാം അന്വേഷിക്കുക. ഹല്ലിയ, വെൻ യു റിസീവ് ഹിസ് കിങ്ഡം, വെൻ യു സെർച്ച് ഫോർ ഹിസ് കിങ്ഡം, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പം ബാക്കി സകലതും ചേർക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് എന്താണോ ഭൗതിക ലോകത്ത് വേണ്ടത്, ഈ ഭൗതിക ലോകത്ത് വേണ്ടതിനെ ഹല്ലിയ നടന്നു കിട്ടണോ, ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക. കർത്താവിന് എന്തുവാ, എൻ്റെ യേശുവിന് എന്തുവാ എന്നിൽ നിന്ന് വേണ്ടത്? എൻ്റെ യേശുവിന് ഞാൻ എന്ത് കൊടുത്താലും അതിൻ്റെ പുറകെ ഹല്ലേലൂയ എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ ജീവൻ, എൻ്റെ ശബ്ദം, എൻ്റെ ആയുസ്, എൻ്റെ എന്താണോ എല്ലാം കർത്താവിന് കൊടുക്കുക. ഇപ്പുറത്തുനിന്ന് കർത്താവ് യഹോവയെ ഈരയായി തീരുന്നത് കാണാൻ സാധിക്കും. ദാവീദ് അങ്ങനെയാ ചെയ്തത്. ദാവീദ് എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും തൻ്റെ ആരാധന മുടക്കിയില്ല. താൻ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങുന്നത് നിർത്തിയില്ല. അയ്യോ പ്രശ്നമാ, പ്രതികൂലമാ, ഞാൻ എവിടെയെങ്കിലും കയറി ഇരിക്കട്ടെ, അല്ലെങ്കിൽ കർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് ദാവീദ് ചിന്തിച്ചില്ല. ഹി പർസ്യൂഡ് ഗോഡ്. ഹല്ലേലൂയ. താൻ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി. 5-ാം വാക്യത്തിനകത്ത് പറയുന്നു, സങ്കീർത്തനം 3:5, ഐ ലേ ഡൗൺ ആൻഡ് സ്ലെപ്റ്റ്. നോക്കേ, ഈ വലിയ പ്രതിസന്ധിയുള്ള ദാവീദ് പറയുക, ഞാൻ കിടന്നു, ഞാൻ ഉറങ്ങി. ഹല്ലേലൂയ. യെറ്റ് I woke up in safety, for the Lord was watching over me. ഇന്ന് നിസ്സാര ഒരു പ്രശ്നം മതി പലവർക്കും ഉറക്കം നഷ്ടപ്പെട്ടു പോകാൻ, അല്ലേ? പല രാത്രികളിൽ ഉറക്കം കിട്ടാതെ കണ്ണും മിഴിച്ച് നോക്കിക്കിടക്കുന്നവരുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതേ ദാവീദിനെ നോക്കിക്കേ. ദാവീദ് പറയാ, വലിയ പ്രതികൂലത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, പക്ഷേ ഇതേ എൻ്റെ ധൈര്യം നോക്കിക്കേ. ഞാൻ കിടന്നു, ഞാൻ സുഖമായി ഉറങ്ങി. എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരും, എൻ്റെ കർത്താവ് എന്നെ സൂക്ഷിക്കും. ഹല്ലേലൂയ. ദാവീദിന് ഉറപ്പുണ്ട്, ഞാൻ കർത്താവിൽ സുരക്ഷിതനാ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കയ്യിൽ അത് കൊടുത്താൽ പിന്നെ അതിനെ മറന്നു കളയണം, പിന്നെ സുഖമായിട്ട് കയറി കിടക്കണം. ഹല്ലേലൂയ. ഒരു വിഷയത്തിൻ്റെ മേലിൽ ഉറക്കം കളയല്ല്. ഇന്ന് ഹല്ലേലൂയ ആരെങ്കിലും ഉറക്കം കളഞ്ഞ് കർത്താവെ ഞാൻ എന്തു ചെയ്യും, എങ്ങനെയായി തീരും, ഇതെങ്ങനെ റിസോൾവ് ചെയ്യും, എങ്ങനെയാ കർത്താവ്, എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് ഉറക്കം കളഞ്ഞ് ഇന്ന് കയറി വന്നവരുണ്ടോ? ഇന്ന് ഉറപ്പ് പറയട്ടെ, എൻ്റെ യേശുവിന് എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട്. എൻ്റെ യേശുവിനെ കഴിഞ്ഞ് വേറെ ആരുമില്ല ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ. കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സുരക്ഷിതമായി കയറിക്കിടക്കണം. ഹല്ലേലൂയ. ഇന്ന് ഉറക്കമില്ലാത്ത വിഷയങ്ങളെ നോക്കിയിട്ട് പറയണം, നിങ്ങളെ എൻ്റെ കർത്താവ് കൈകാര്യം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ ദൈവം യഹോവ ഈരയ എനിക്ക് മറുപടി തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇതിന് ദാവീദ് അവിടെ 6-ാം വാക്യത്തിൽ പറയുക, ഹല്ലേലൂയ, ഐ എം നോട്ട് അഫ്രേഡ്. ഹല്ലേലൂയ. എനിക്ക് ഭയമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വശത്ത് ദൈവമുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയക്കേണ്ടു? ഹല്ലേലൂയ. എൻ്റെ കൂടെ കർത്താവുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയക്കേണ്ടു? ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ വശത്ത് 1000 വീണാലും എൻ്റെ വലത്ത് വശത്ത് 10,000 വീണാലും എനിക്ക് ഭയമില്ല. എന്താണെന്ന് വെച്ചാൽ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനം 3 എത്ര ഒരു നല്ല ഒരു സങ്കീർത്തന ഭാഗമാണ്. ദാവീദിൻ്റെ എത്ര പ്രതിസന്ധിക്കകത്തും ദാവീദ് വിളിച്ചു പറയാ, ഐ ബിലീവ് ഇൻ യു മൈ ലോർഡ്, ഐ ട്രസ്റ്റ് യു മൈ ഗോഡ്. ഹല്ലേലൂയ. ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, എൻ്റെ ഉറപ്പ് അങ്ങയിലാണ്. അങ്ങ് യഹോവ ഈരയാണ്. അങ്ങ് എൻ്റെ സർവശക്തനായ ദൈവമാണ്. അങ്ങ് എന്നെ കൈവിടാത്തവനാണ്. എൻ്റെ ഏത് പ്രതിസന്ധിക്കകത്തും എനിക്ക് മറുപടി തരുന്നവനാ. എനിക്ക് ധൈര്യം, അങ്ങയിൽ ധൈര്യവും വിശ്വാസവും ഉള്ളത് കൊണ്ട് എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റും. എനിക്ക് ലോകത്തിനോട് വിളിച്ചു പറയാൻ പറ്റും, എൻ്റെ തല കുനിക്കാത്തവനെയാ ഞാൻ സേവിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ. ഈ വചനം ധൈര്യം പകരട്ടെ. ഹല്ലേലൂയ. കൈവിടാത്തവനെയാ നാം സേവിക്കുന്നത്. നമ്മളെ ഒറ്റയ്ക്കാക്കി കളയാത്തവനെയാ സേവിക്കുന്നത്. എൻ്റെ ചുറ്റിനും പരിചയമായി നിൽക്കുന്നവനെയാ ഞാൻ സേവിക്കുന്നത്. ഇന്ന് ധൈര്യത്തോടെ വിഷയങ്ങളെ നോക്കി, ലോകത്തിനെ നോക്കി വിളിച്ചു പറയണം, എൻ്റെ ദൈവം യഹോവ ഈരയ, എന്നെ കരുതുന്ന സർവശക്തനായ ദൈവം. കർത്താവ് ഈ വചനത്താൽ നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ
വിഷയത്തിൻ്റെ നടുവിൽ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഉറക്കമില്ലാതെ പല രാത്രികൾ കിടക്കുന്നവരെയും ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു കർത്താവെ. അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങൾക്കകത്ത് അങ്ങ് ഇടപെട്ട് ഹല്ലേലൂയ സുഖമുറക്കം കർത്താവിൽ ധൈര്യം കൊടുത്ത് സുഖമുറക്കം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവരും വിഷയം കാരണം നെഞ്ചിനകത്ത് ഭാരം, നെഞ്ചിനകത്ത് രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് നെഞ്ചൊക്കെ തിരുമ്മി ഇരിക്കുന്നവരുണ്ട് കർത്താവെ. അവർക്ക് വലിയ ആശ്വാസം അങ്ങ് പകരുന്നതിനായി സ്തോത്രം. അതുപോലെ രാത്രിയിൽ വിഷയങ്ങൾ കയറി വരുമ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഒരു അടയാളം കർത്താവ് കാണിക്കുന്ന തൊണ്ടയൊക്കെ ഡ്രൈ ആയി പോകുന്ന ഒരവസ്ഥ കർത്താവെ. അങ്ങനത്തെ വ്യക്തികളെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പൂർണ്ണ വിടുതൽ ഹല്ലേലൂയ അവർക്കിനിയും സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ വിഷയങ്ങളെ അങ്ങ് കൈകാര്യം ചെയ്തു എന്നുള്ള ഉറപ്പ് അങ്ങ് കൊടുക്കുന്നതിനായി സ്തോത്രം. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.